നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് മകരമാസം 1-ാം തീയതിയാണ്. അപ്പോൾ നല്ല ദിവസമാണ്. മകരമാസം 1-ാം തീയതി എന്ന് വെച്ചാൽ മകരസംക്രമമാണല്ലേ. സൂര്യൻ്റെ ദിശ വീണ്ടും മാറുകയാണ്. അതായത് ഇപ്പോൾ തെക്കേ അറ്റത്ത് എത്തി സൂര്യൻ. ഇപ്പോൾ ഇന്ന് മുതൽ വടക്കോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യും. ഉത്തരായണം തുടങ്ങും അല്ലേ. ഈ 3 മാസം കഴിയുമ്പോൾ നമ്മുടെ നേരെ വരും. നമുക്ക് നേരെ കിഴക്ക് ഭാഗത്ത് കറക്റ്റായിട്ട് വരും. ശബരിമലയിൽ ഇന്ന് മകരവിളക്ക് കാണുന്ന ദിവസമാണ്. തമിഴ്നാട്ടിലൊക്കെ മകരപ്പൊങ്കൽ വളരെ പ്രശസ്തമായിട്ടുള്ള ദിവസമാണ്. എല്ലാവരും വളരെ പവിത്രമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. നമ്മളും ഇന്ന് ക്ഷേത്രത്തിൽ പോയി, അമ്പലത്തിൽ പോയി, നമ്മുടെ കണ്ടേശ്വരത്ത് പോയി തൊഴുത് മുപ്പട്ട തിങ്കളാഴ്ചയാണല്ലോ. മാത്രമല്ല ഇന്ന് അമ്പലത്തിൽ പ്രത്യേകതയുണ്ട്. നമ്മുടെ അമ്പലത്തിൽ എല്ലാ മുപ്പട്ട തിങ്കളാഴ്ചയും ചെറുതായിട്ട് ഒരു അന്നദാനം ചെയ്യാമെന്ന് തീരുമാനിച്ചു. ക്ഷേത്രത്തിലെ മാതൃസമിതിയും ഭാരവാഹികളും ഒക്കെ തീരുമാനിച്ചു. അതായത് അമ്പലത്തിൽ തൊഴാൻ വരുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് പൂജയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു 10 മണി 10:30 ആകുമ്പോൾ ഭക്ഷണം കൊടുക്കാമെന്ന് തീരുമാനിച്ചു, അന്നദാനം. അപ്പോൾ സാധാരണ മറ്റുള്ള അമ്പലങ്ങളിൽ ഗുരുവായൂരത്തെ അന്നദാനമൊക്കെ അറിയാലോ, ക്യൂ നിന്ന് കഴിക്കേണ്ടതാണ്. നമുക്ക് അത്രയൊന്നുമില്ല. തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു പ്രസാദം കഴിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി വന്നിരിക്കുകയാണ്. അതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇപ്പോൾ രാവിലത്തെ പൂജയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ ചടങ്ങുകൾ ഒരുവിധം കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുമേനി രാമൻ നമ്പൂതിരി നമ്മുടെ അടുക്കളയിലെ വിളക്ക് കൊളുത്തി, പിന്നെ സ്റ്റൗവിലേക്ക് അടുപ്പിലേക്ക് തീ പകർന്നു, പൂജിച്ചു. അവരവിടെ സ്റ്റാർട്ട് ചെയ്തു പണിയൊക്കെ കേട്ടോ. തിരുമേനി അങ്ങോട്ട് പോയി. ഇവിടെ ഭാരവാഹികൾ, അതിന് താല്പര്യമുള്ള ആൾക്കാരെല്ലാവരും, മാതൃസമിതിക്കാരും അതുപോലെ അമ്പലം ഭാരവാഹികളൊക്കെ അതിലെ പണികൾ തുടങ്ങി. ഞങ്ങളും അമ്പലത്തിൽ പോയി തൊഴുതു, അവിടെ കയറി അതിലൊരു ചെറിയ ഒരു സാന്നിധ്യം ചെയ്തു. ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി തൈരിലേക്കുള്ള 2 ഇഞ്ചി കഷ്ണം നന്നാക്കി കൊടുത്തു. പിന്നെ അവിടെ എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ്. നമുക്കത് കാണാം കേട്ടോ. പിന്നെ രാവിലെ അവിടെ വന്ന ആൾക്കാർക്ക് ചായയൊക്കെ കൊടുത്തു, ഉപ്പുമാവും ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഇത്തിരി കഴിച്ചു കേട്ടോ. കുറച്ച് നേരമൊക്കെ നിന്നു. ഞാൻ വീട്ടിലേക്ക് വന്നു. കുട്ടികളുണ്ടല്ലോ, അവർക്ക് പോകേണ്ടതാണ്, ജോലിക്ക് പോകണം, സ്കൂളിൽ പോകണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വേഗം വന്നു. തിരിച്ച് ഞങ്ങളിവിടെ രാവിലെ ഉപ്പുമാവും ഒക്കെ ഉണ്ടാക്കി, കടല ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. ഇനിയിപ്പോൾ ഉച്ചക്കലിക്ക് എന്താണെന്ന്. അപ്പം അതിനിടയ്ക്ക് നമ്മൾ ഇന്നലെ അണിഞ്ഞു മുറ്റത്ത് ദേവി, ഇന്നലെ പൂരമൊക്കെ അല്ലേ. അപ്പം ഞങ്ങൾ മുറ്റത്തൊക്കെ നന്നായിട്ട് അണിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ സുന്ദരി എൻ്റെ പാത പിന്തുടരുന്നതുണ്ട് കേട്ടോ. അവളെ ശരിക്കും പറഞ്ഞാൽ അണിയാനൊക്കെ പഠിച്ചു. സന്തോഷമാണ് എനിക്ക്. കാരണം എൻ്റെ മോൾ അങ്ങനെയാണല്ലോ, അതെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കിഷ്ടമായി. ഇന്നലെയാണെങ്കിൽ എൻ്റെ അനിയൻ്റെ മുപ്ലിയത്ത് അനിയൻ്റെ ഭാര്യ സുശീലയുടെ പിറന്നാളായിരുന്നു, 60-ാം പിറന്നാൾ. ഞങ്ങളൊക്കെ ഇന്നലെ അവിടെ പോയിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് ഇടാം. ഇന്ന് എന്തായാലും 1-ാം തീയതിയിലത്തെ വിശേഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മറ്റത് ഇന്നലത്തെ പിറന്നാളിൻ്റെ വിശേഷം പിന്നീട് പറയാം കേട്ടോ. ഇപ്പം എന്തായാലും ഞാൻ അമ്പലത്തിലെ കാര്യങ്ങൾ ഒക്കെ കാണിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ല ഒരു 1-ാം തീയതി മകരസംക്രമം, അതിൽ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തട്ടെ. ഓക്കെ, നമസ്കാരം. ജയശ്രീയെ, ഇത് നമ്മളണിഞ്ഞത് കണ്ട, അരിമാവ് കൊണ്ട് അണിഞ്ഞത്. ഇത് കണ്ടിട്ട് എൻ്റെ മോള് പഠിച്ചു. കാണിച്ചാട്ടെ, അവളുണ്ടാക്കിയത്. അവൾക്ക് ഞാൻ അവസരം കൊടുത്തു. കണ്ട, ആദ്യം സുന്ദരി ഉണ്ടാക്കിയത് ഇതാണ് കേട്ടോ. ഇതാണ് സുന്ദരി ഫസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ക്ലിയർ ആയിട്ടില്ല. പക്ഷെ അവൾ ആദ്യം നന്നാവില്ലല്ലോ കുട്ടികൾ ചെയ്യുമ്പോഴേ. അത് കഴിഞ്ഞിട്ട് അവൾ ഇത് ചെയ്തു. നോക്കുക, ഇത്തിരി കൂടി വ്യത്യാസമായില്ലേ. ദിസ് വൺ. അപ്പം മുമ്പ് ഇത് ചെയ്ത് കൊടുത്തു, ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പം അതുപോലെ ചെയ്ത ഇത്. അപ്പം ഇത്തിരി ശരിയായില്ല. അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് ഇതുണ്ടാക്കിയിട്ടത് ഇതുണ്ടാക്കിയിട്ടാ. അപ്പം അവളുണ്ടല്ലോ, ദേ നോക്കോ, കണ്ടാ എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? പറഞ്ഞോക്കോ അവളോട്. ദേ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. സുന്ദരി അമ്മമ്മ കാണിച്ചു കൊടുത്തു കേട്ടാ. സുന്ദരിയുടെ കണ്ടു കേട്ടാ. ആദ്യത്തെ ഇത്തിരി
കുറച്ചുകൂടി നന്നായി പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം സുന്ദരി ചെയ്യാം കേട്ടോ. നല്ല ഡിസൈൻ ഓണത്തിന്. അതെ, ആദ്യം ചെയ്ത ഇത് ഇതാണല്ലോ പ്രധാനപ്പെട്ട സാധനം. തൈര് അല്ലേ? തൈര് പിന്നെ അധികം ആൾക്കാരല്ലേ, ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സംഭാരാക്കം ചെയ്യാം. ചേച്ചി സുഖല്ലേ? ഇത് ഭയങ്കര പണിയാണ്, കാരണല്ലേ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. സാജിദ നല്ല പണിയിലല്ലേ? പോവല്ല, ഞാൻ നിങ്ങളെയൊക്കെ ഒന്നിൽ പകർത്താന്ന് വെച്ചിട്ടല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാവരും ഉൾക്കൊള്ളിക്കാന്ന് വെച്ചിട്ടേ ചെറിയ വീഡിയോ നമ്മുടെ അമ്പലത്തിൻ്റെ ആയിക്കോട്ടെ അല്ലേ? ഇളക്കിക്കോളോന്ന്. സാമ്പാറിനുള്ള കഷ്ണം വേവിച്ചു അല്ലേ? കഷ്ണം വേവിച്ച് വെച്ചു എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും. ഗംഭീര പാട്ടായിരുന്നു, ഞാൻ കേട്ടുവിട്ട് അന്നത്തെ. ഞാൻ വരുമ്പോ ജയയുടെ പാട്ടായിരുന്നു, ശിവന്റെ. അടിപൊളി പാട്ടായിരുന്നു, അല്ലെങ്കിൽ തന്നെ സൂപ്പർ പാട്ട് തന്നെയാ. എനിക്കറിഞ്ഞൂടാ. നന്നായില്ലായിരുന്നു. അല്ലെങ്കിലും ജയയുടെ പാട്ട് സൂപ്പർ തന്നെയാ, നല്ല ശബ്ദല്ലേ. പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറീസയ്ക്ക് പോയിരുന്നു. ആണോ? ഒറീസ. ആരൊക്കെ പോയേ? നന്നായിണ്ടായിരുന്നു കേട്ടോ. ഇനി ശരിയായിക്കോളും. പറഞ്ഞിപ്പോ എന്നെ പറഞ്ഞ ശാലിനി അല്ലേ? ശാലിനി താമസിക്കുന്നത് ഇവിടെ തന്നെയാണോ? തൊട്ടടുത്ത് തന്നെയാ അല്ലേ? അത് ശരി. എവിടെയാ മുമ്പ് ഹസ്ബൻഡ്? മാപ്രാണോ? വർക്ക് ചെയ്യേണ്ടിയിരുന്നോ? അല്ലേ? ഇപ്പം എല്ലാവരും ഇങ്ങോട്ട് വന്നു. അതെ അല്ലേ? നമ്മുടെ സോനുണ്ട് അവിടെ പോയി. മെയിൻ ആളായിട്ടുള്ള ആളെ പിടിച്ചില്ലെങ്കിൽ പിന്നെ ആരെ പിടിക്കല്ലേ? പുളി വെച്ചു അല്ലേ? വെള്ളം ഒഴിച്ചാണ് മസാല. ഓക്കെ. സുനി നേരത്തെ വന്നാ അല്ല? അപ്പളേ ഉപ്പുമാവ് കഴിഞ്ഞു തോന്നുന്നു അല്ലേ? പിന്നെ മോളറിയുണ്ടാവില്ല അല്ലേ? ഏ
അല്ലെങ്കിൽ തിരുവാതിരകളെ ഗംഭീരമായിരുന്നു കേട്ടോ. കണ്ടു കണ്ടു അടിപൊളിയായിരുന്നു. പക്ഷെ പാട്ടുപാട് ഇങ്ങനെ കൊണ്ടുകൊണ്ടിരുന്നു. ആ പാട്ടുപാട് നല്ല പാട്ടുകാർ വേണം. പാട്ട് നല്ലായിരുന്നു നന്നായിട്ട് പാടിയിട്ടുണ്ട്. നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അല്ല പല ആൾക്കാർക്കും പാട്ട് പാടുന്ന ആളില്ല. കൊടുക്ക് ഇവിടെ കൊടുക്ക് ഇവിടെ കൊടുക്ക്. ആ ചായ എടുക്കും. ഏതാ ഏതാ പിന്നെന്താ കഴിഞ്ഞൂടാ ഇല്ല ചേട്ടാ അവസാനിച്ച്. അതെ അത് കഴിഞ്ഞു. ആ സാരില്ലേ പോട്ടെ നോക്കണേ. പുതിയ അടുത്ത ഇവിടെ കായക്കൊലം മുട പറമ്പിലൊക്കെ തരാം. ഒരാൾ കൊടുക്കണഞ്ഞി അവിടെ എന്തോരം കായ നമ്മളോട്. രാവിലെ എല്ലാവരും ശ്രമിക്കാനായിട്ട് ജോലി ചെയ്യാൻ വന്ന എല്ലാവരും ചായയും കുടിച്ചു, ഉപ്പുമാവും അതുപോലെ പഴമൊക്കെ കഴിച്ച് ഇനി ബാക്കി പണി എന്തൊക്കെയാണ് ചെയ്യണേ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് വെച്ചാൽ ചോറ്, ഇഞ്ചിത്തൈര്, പുളിഞ്ചി, മാങ്ങ അച്ചാറ്, പിന്നെ മത്തങ്ങയും പയറും എരിശ്ശേരി ഉണ്ട് അല്ലേ, പിന്നെ സാമ്പാർ, പിന്നെ തോരനുണ്ട്, പിന്നെ പപ്പടവും ഉണ്ട്, ഉപ്പേരി ഉണ്ട്, കായ വറുത്തത്, പിന്നെ പായസം. സ്പെഷ്യലായിട്ട് നല്ല പായസം. പായസം എന്ന് വെച്ചാൽ അമ്പലത്തിലത്തെ നേദ്യം ആണ്, ശർക്കര പായസമാണ്. ഗംഭീര സദ്യയാണ് അപ്പോൾ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനും ഭക്ഷണം കഴിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മാത്രമല്ല ഈ ഉദ്യമം വളരെ അനുഗ്രഹീതമായി തീരട്ടെ എന്നും ആശംസിക്കുന്നു. ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾക്കും ഈശ്വരൻ്റെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.